സമ്മേളനത്തിന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന പൈതൃക രത്നം പ്രൊഫസർ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, സിൻഡിക്കേറ്റ് മെമ്പർ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രിൻസിപ്പളും കൂടിയായ പ്രൊഫസർ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ സ്വാഗതം ചെയ്തു. സാമുദായിക നേതാക്കന്മാരെ ശ്രീ പി എ ജയകുമാർ, ശ്രീ ഉദയന്നൂർ ദേവി NSS കരയോഗം പ്രസിഡന്റ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. വിശ്വകർമ്മ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ സോമൻ ആചാര്യയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. SNDP യോഗം ശ്രീധരനെ സ്വാഗതം ചെയ്തു. വാര്യർ സമാജം കൂട്ടാമ്പള ശ്രീ ഇ ശങ്കരൻ വാര്യരെ സ്വാഗതം ചെയ്തു. KPMS സംസ്ഥാന സമിതി അംഗം ചിത്രനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വിജയകുമാർ, സുബയ്യ ജുവലറിയുള്ള ശ്രീ S മുരുകനാചാരി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തോളൂ. കൂട്ടാമ്പുള്ള റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി നായർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തോളൂ. ശ്രീ മദനമോഹൻ നായർ, ഉദയന്നൂർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തോളൂ. ചിറ്റാറ്റിങ്കര റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ S രജിത് കുമാറിനെ സ്വാഗതം ചെയ്തോളൂ. കട്ടച്ചൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ CS സുനിൽ ദത്ത്, അഡ്വക്കേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് മണികണ്ഠൻ നായർ എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തെക്കേക്കര റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ദത്തൻ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മരുതൻകുഴി യൂണിറ്റിലെ S രവീന്ദ്രൻ നായർ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ വിചാര കേന്ദ്രം ശ്രീ ഡോക്ടർ അജയകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഉദയന്നൂർ ദേവീക്ഷേത്രയോഗ പ്രസിഡന്റ് K സതീഷ് ചന്ദ്രൻ നായരെ സ്വാഗതം ചെയ്യുന്നു. ചേന്നമ്പാറ നാഗർകാവ് ക്ഷേത്ര സെക്രട്ടറി N മധുസൂദനൻ നായരെ സ്വാഗതം ചെയ്യുന്നു. ഞാറമൂട് ദേവീക്ഷേത്രയോഗ പ്രസിഡന്റ് KB ഉദയകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. മടത്തുവിളകം മാടങ്കോവിൽ കുടുംബ ട്രസ്റ്റ് സെക്രട്ടറി S രജിത് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം വട്ടിയൂർക്കാവ് നഗർ സഹസംഘചാലക് ശ്രീ രഘുറാംജിയെ സ്വാഗതം ചെയ്യുന്നു. തിരുമല മാധവസ്വാമി ആശ്രമം പ്രസിഡന്റ് സ്വാമി ജനാർദ്ദന സ്വാമി അവരെ സ്വാഗതം ചെയ്യുന്നു.
വിവിധ മേഖലകളിലെ കർമ്മനിരതരായ വ്യക്തികളായ ശ്രീ കേണൽ PGC നായർ അവരെ സ്വാഗതം ചെയ്തുകൊള്ളു. ഹിന്ദുധർമ്മ പരിഷത്ത് ശ്രീ ശരത് ചന്ദ്രകുമാറിനെ സ്വാഗതം ചെയ്തുകൊള്ളു. ശ്രീ ഷൺമുഖൻ ആചാരി, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജർ റിട്ടയർഡ് പാറക്കൂവ് രക്ഷാധികാരിയായ ശ്രീ ഷൺമുഖൻ ആചാരിയെ സ്വാഗതം ചെയ്തു. ചിറ്റാറ്റിങ്കര വൈദ്യശാല ആയുർവേദ ഡോക്ടർ BG ഹരീഷിനെ സ്വാഗതം ചെയ്യുന്നു. മുൻ കൗൺസിലർ ശ്രീമതി O പത്മലേഖയെ സ്വാഗതം ചെയ്യുന്നു. നിലവിലെ കൗൺസിലർ ശ്രീ വിഷ്ണുമോഹനെ സ്വാഗതം ചെയ്യുന്നു. ഹിന്ദു ഏകതാ സമിതി രക്ഷാധികാരി ശ്രീ ഈശ്വരദാസ് അവരെ സ്വാഗതം ചെയ്തു. രക്ഷാധികാരി ശ്രീ R രവീന്ദ്രൻ നായരെ സ്വാഗതം ചെയ്യുന്നു. വിചാരകേന്ദ്രം അംഗം ശ്രീ രജികുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ S ജയചന്ദ്രൻ അവരെ സ്വാഗതം ചെയ്തു. നമ്മുടെ സ്വാഗതം അതിലുപരി ഈ ചടങ്ങിൽ മഹനീയമാക്കാൻ സാന്നിധ്യമരളിയ എല്ലാ ഹൈന്ദവ ധർമ്മ സഹോദരർക്കും ഹിന്ദു ഏകതാ സമിതിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ നിന്ന് ഉറച്ചതുകൊണ്ട് വിവിധ പൈതൃക കുലത്തുകൾ ചെയ്യുന്ന കർമ്മനിരതരായ വ്യക്തികൾക്ക് ഈ വേദിയിൽ വെച്ച് ആദരം അർപ്പിക്കുന്നുണ്ട്. അതിലേക്കായി ആ വ്യക്തികളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പേര് വിളിക്കുന്നതനുസരിച്ച് വ്യക്തികൾ വേദിയിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ശ്രീ വിനോദ് കുമാർ, ഉദിയന്നൂർ ദേവീക്ഷേത്രം മൂത്താശാരിയാണ്. അദ്ദേഹത്തെ ഉപകാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ശ്രീ മധുസൂദനൻ നായരെ
ആദരവും ക്ഷണിക്കുന്നു. സമാരാധിയായ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടക, ഭാരതമൊട്ടാകെയും ലോകത്തെ മലയാളികളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഈ അടുത്ത സമയത്ത് ഭാരതത്തിലെ ബഹുമതിക്ക് അർഹയായ പത്മശ്രീ, നിരവധി ആയിരക്കണക്കിന് ശിക്ഷയിലുള്ള കലാമണ്ഡലം ശ്രീമതി വിമല മേനോൻ ടീച്ചർ നിങ്ങൾക്കറിയാം, ടീച്ചറിൻ്റെ മകളാണ് ബിന്ദുജ മേനോൻ. അതോടൊപ്പം ടീച്ചറോടൊപ്പം ഈ വേദിയിലുള്ള നമ്മുടെ സ്വാമിജി വിശുദ്ധാനന്ദ സ്വാമിജി, ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സംസ്കൃത പണ്ഡിതനും അതോടൊപ്പം തന്നെ കാലടി സംസ്കൃത സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും സംസാരം നടത്തുന്നില്ല. കാരണം ഇതിലെ ഏറ്റവും പ്രധാനം ഹിന്ദു ധർമ്മത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ അല്പമെങ്കിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർക്കും ഇവിടെ ശ്രമിക്കുന്ന ഹിന്ദു സമൂഹത്തിനും മറ്റു ഇതര സമുദായ അംഗങ്ങൾക്കുമൊക്കെ അവരുടെ മനസ്സിൽ പതിയുന്ന ചില വാക്കുകൾ കേൾക്കുവാൻ ഉള്ള സമയമാണ് ഈ വേദി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അനുയോജ്യരായ വ്യക്തിത്വങ്ങളാണ്, മഹത് വ്യക്തിത്വങ്ങളാണ് ഈ വേദിയിൽ ഇത് പങ്കിടുന്നത്. നിങ്ങളോടൊപ്പം ഇതിൻ്റെ ആശയങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതൊരു ഹിന്ദു എന്ന് പറയുന്ന മതത്തിൻ്റെ മാത്രം ഒരു സമ്മേളനമാണ് എന്ന് തോന്നുമെങ്കിൽ തന്നെയും മറ്റു ഇതര സമുദായങ്ങളെ, ഇതര മതസ്ഥരെ ഒന്നും തന്നെ ഇകത്തി കാണിക്കുന്ന ഒരു സമ്മേളനമല്ല. എല്ലാ ഭാരതമൊട്ടാകെയുള്ള ജനങ്ങളെയൊക്കെ ഒരുമിച്ച് കണ്ടുകൊണ്ട് ഭാരതമൊട്ടാകെ ഇത്തരത്തിലുള്ള ഈ ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെയാണ് പാങ്ങോട് ഹിന്ദു ഏകതാ സമ്മേളനം എന്നിവിടെ ഉദയനൂരമ്മയുടെ സമിതിയിൽ നടക്കുന്നത്. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായുള്ള നന്ദി മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഉദയന്നൂർ അമ്മ തന്നെ അഭയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യിക്കുന്നതിന് വേണ്ടി ഭദ്രദീപം കൊടുത്ത് ഉദ്ഘാടനം ചെയ്യിക്കാനായിട്ട് നമ്മുടെ പത്മശ്രീ ശ്രീമതി കലാമണ്ഡലം വിമല മേനോൻ ടീച്ചറെ അവരുടെ വളരെ ആദരവോടെ ഈ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊടുക്കുന്നു. മണ്ഡലി
ലീഡർ എന്ന് പറഞ്ഞാൽ ടീച്ചറിന് ഒരു ഉപകാരം ഏറ്റുവാങ്ങണം. 7 ടീമിൻ്റെ ഒരാൾ, ഓരോ ടീമിൻ്റെ ഒരാൾ, പ്രധാനപ്പെട്ട ഒരാളാണ് ഉപകാരം ഏറ്റുവാങ്ങുക. ഒപ്പം തന്നെ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ആർട്സ് ചന്ദ്രൻ ചേട്ടൻ, നമ്മുടെ ശ്രീ ജയകുമാർ എന്നിവരെ കൂടി ഈ വേദിയിൽ സ്വാഗതം ചെയ്യുകയാണ്. സദസ്സും വേദിയിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും ഒരുമിച്ച് ഞാൻ നമസ്കാരം ചെയ്യുന്നു. ഈ ഒരു ത്രിസന്ധ്യ നേരത്തിൽ ദേവിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പരിപാടി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ വലിയൊരു കലാകാരിയാണ് ഞാൻ. ദേവിയുടെ കടാക്ഷം തന്നെയാണ് അതിന് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അടുത്തൊരു പരിപാടിക്ക് 10 മിനിറ്റിനുള്ളിൽ എത്തേണ്ടതുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് 10-12 ഗ്രൂപ്പ് തിരുവാതിരകൾ ഈ പറയുന്ന കാർപ്പറ്റിൻ്റെ മുകളിൽ യാതൊരു റിഹേഴ്സലും ഇല്ലാതെ അവരൊത്തൊരുമിച്ച് കൊച്ചുകുട്ടികളടക്കം പരിപാടി നടത്തി ഈ ഒരു പരിപാടിക്ക് ഭയങ്കര വിജയം കൊടുത്ത ആ കലാകാരന്മാരെ ഞാൻ ആദ്യമായിട്ട് കൈകൂപ്പി വണങ്ങുകയാണ്. അവരോടുള്ള ഒരു സ്നേഹം, അവരെ ഓരോരുത്തരെ കണ്ട് നന്ദി പറയണം, അവർക്ക് പ്രചോദനം നൽകണമെന്ന് അതിയായ മോഹമുണ്ട്. ഈ ഒരു വാക്കുകൾ നിങ്ങൾ ഓരോരുത്തരും കണക്കിലെടുക്കണം. നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തു, അതിനുള്ള സാഹചര്യം മധു ചെയ്തു എന്നുള്ളത് അങ്ങേറ്റം ഓരോ ഭാരവാഹികളുള്ള സ്നേഹം അറിയിക്കണം. കലാകാരന്മാരെ തഴയുന്ന സ്വഭാവമുള്ള ഈ ഒരു പ്രവണതയല്ലാതെ നേരിട്ട് അതുമല്ല, വന്നപ്പോൾ തന്നെ വാദ്യഘോഷങ്ങളോടുകൂടി ഞങ്ങളുടെ സ്വീകരണം അങ്ങേറ്റം മനസ്സിന് സന്തോഷം തോന്നുന്നു. മേലിലും നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണം, സ്വാമിജിയോട് ഞാൻ റെസ്പെക്റ്റ് ഇല്ലാതെ, സാറിനോടും ബഹുമാനമില്ലാതെ അല്ല, ഇവിടുന്ന് നിങ്ങളുടെ അനുവാദത്തോടു കൂടി അടുത്ത പരിപാടിക്ക് ഞാൻ പോകുന്നു. എല്ലാവരോടും നന്ദി, നമസ്കാരം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും സർവീശ്വരൻ്റെ നാമത്തിൽ പ്രണാമം അർപ്പിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഹിന്ദു ഏകതാ സമ്മേളനമാണല്ലോ. എന്താണ് ഹിന്ദു ഏകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്പം നമുക്ക് ചിന്തിക്കാം. എന്താണ് ഈ ഏകത? എന്തായിരിക്കണം ഏകത? നമ്മളൊക്കെ ഹിന്ദുവായിട്ട് ജനിച്ചുവെങ്കിലും ഭാരതഭൂമിയിൽ ജനിച്ച എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ്.
എങ്കിലും ഈ ഭാരതഭൂമിയിൽ ജനിച്ചതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മുടെ അമ്മയോ നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന വിദ്യാലയത്തിലോ ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നമ്മളെ ഒന്നും തന്നെ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അതാണ് നഗ്നമായ സത്യം. നൂറ്റാണ്ടുകളായി നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ സനാതന മൂല്യങ്ങളെ അനാവരണം ചെയ്യുകയാകുന്നു യഥാർത്ഥത്തിൽ ഈ ഹിന്ദു ഏകതാ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അനാവരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ? ആവരണത്തെ നീക്കുക. ഇപ്പോൾ മൂടിക്കെട്ടിയിരിക്കണം, പുതപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ധർമ്മം എന്താണ് എന്ന് നമുക്കറിയില്ല. നമ്മൾ ആകെ ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുന്നു എന്നല്ലാതെ അതിനുപരിയായി എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് നമുക്ക് ഒരു 99% പേർക്കും അറിയില്ല എന്നുള്ളതാകുന്നു നഗ്നമായ സത്യം. അതേ സ്ഥാനത്ത് ഒരു മുസൽമാനോടോ ഒരു ക്രിസ്ത്യാനിയോടോ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ അവർ ഏകകണ്ഠമായി ഒരേ അഭിപ്രായത്തിൽ പറയും. എന്നാൽ നമുക്ക് ഇത്ര നല്ലൊരു മതം ഉണ്ടായിട്ടും ഭാരതത്തിൽ നമ്മൾ ജനിച്ചിട്ടും നമ്മൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഹിന്ദു ഏകതാ സമ്മേളനം വിളിച്ചുകൂട്ടി നമ്മൾ അല്പം കുറച്ച് സനാതന മൂല്യങ്ങളെ മനസ്സിലാക്കുക. നമ്മളെ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹിന്ദു എന്നൊരു പദം വേദത്തിലേക്കോ പുരാണങ്ങളിലേക്കോ ഇതിഹാസങ്ങളിലേക്കോ ഒരു ശാസ്ത്രത്തിലേക്കും പോയാൽ നമ്മൾ കാണില്ല ഹിന്ദു എന്ന പദം. യഥാർത്ഥത്തിൽ സനാതന ധർമ്മമാകുന്നു ഹിന്ദു മതം. അപ്പോൾ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ പഠിച്ചു പോയി ആയിക്കോട്ടെ. ആ ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന ശാസ്ത്രം എന്തെന്ന് പോലും നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്കൊന്ന് അല്പം ചിന്തിക്കാം. നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം വേദമാകുന്നു. വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. വേദം എന്നുള്ളതിന്റെ അർത്ഥം അറിവ് എന്നാണ്. എന്തറിവ്? നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവിനെ കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഈ പ്രപഞ്ചം എന്തിൽ നിന്നും ഉത്ഭവിക്കുന്നു, എന്തിനാൽ പരിപാലിക്കപ്പെടുന്നു, എന്തിൽ വിലയം പ്രാപിക്കുന്നു, എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം, ഇതൊക്കെ പഠിപ്പിച്ചു തരുന്ന ശാസ്ത്രമാകുന്നു വേദം. അപ്പൊ ഈ ഒരു അറിവാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നമുക്കൊക്കെ പ്രിയപ്പെട്ട ഈ ലോകത്തിൽ നമുക്കൊക്കെ പ്രിയപ്പെട്ടവർ ആരാണ്? ഈ ലോകത്തിൽ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവർ ആരാണ്? നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നത് നമുക്കറിയില്ലേ? നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മുടെ അമ്മയും അച്ഛനാണ്. എല്ലാവർക്കും നമുക്കറിയാം. പക്ഷെ ഇന്ന് നമ്മൾ ഈ അമ്മയെയും അച്ഛനെയും നമ്മൾ തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെയും നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്ക് ഓരോ വീടുകളിലേക്കും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ നഗ്നമായ സത്യം മനസ്സിലാക്കാൻ കഴിയും. അത് വിളിച്ചോതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മൂല്യങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? സനാതനമായ മൂല്യങ്ങൾ തുടങ്ങേണ്ട ഇടമാകുന്നു കുടുംബം. വേറെ എവിടെയല്ല. രാഷ്ട്രീയത്തിലല്ല, രാഷ്ട്രത്തിലല്ല, പാർട്ടിയിലല്ല. അത് തുടങ്ങേണ്ട ഇടം കുടുംബമാകുന്നു. ഇന്നത്തെ കുടുംബ വ്യവസ്ഥ അണുകുടുംബത്തിലേക്ക് പോയതോടുകൂടി
നമ്മളൊക്കെ നമ്മളുടെ മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഈ മൂല്യങ്ങളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് ഈ ഒരു ഏകതാ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ കൊണ്ടുവരാൻ കഴിയും? നമ്മുടെ വീട്ടിൽ നമ്മളുടെ അമ്മയെയും അച്ഛനെയും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും കണ്ടു വളരണം ഇന്നത്തെ ചെറുപ്പക്കാരായ കുട്ടികൾ. അതിനുള്ള ഇടം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഒന്നാമതായി വേണ്ടത്. അപ്പൊ നമ്മളുടെ അച്ഛന്റെയും അമ്മയുടെയും കാല് തൊട്ട് വന്ദിക്കുന്നത് ഒന്ന് നമ്മളുടെ പുതിയ തലമുറകൾ കണ്ടു വളരണം. ഞാൻ ഇന്നലെ ഒരു പ്രഭാഷണം ഇങ്ങനെ തന്നെ ഇന്നലെ ഒരു പ്രഭാഷണ വേദി ഉണ്ടായിരുന്നു. ആ പ്രഭാഷണ വേദിയിൽ ഞാൻ ചോദിച്ചു, എത്ര പേരുണ്ട് അച്ഛന്റെയും അമ്മയുടെയും കാൽ തൊട്ട് വന്ദിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങുന്നവരെന്ന്? ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. നമ്മൾ ആകെ തൊട്ട് വന്ദിക്കുന്നത് അമ്മയുടെയും അച്ഛന്റെയും കാൽ കാണുന്ന സമയം എപ്പോഴാണ്? വിവാഹ സമയത്ത്. ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരോടുകൂടി, കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യ ഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം. അപ്പൊ ഒരു തുള്ളി കണ്ണുനീർ അവിടെ നിന്ന് ചൊരിഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും കാൽ തൊട്ട് വന്ദിക്കുന്നു. പിന്നെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം വീട്ടിലെ അന്തരീക്ഷത്തെ നമുക്ക് നന്നാക്കി കൊണ്ടുവരണം. അതിനാണ് ഈ ഏകത. ഇനി നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന മറ്റൊരാളുണ്ട്. ആരാണ്? അമ്മ കഴിഞ്ഞാൽ നമുക്കൊരു അമ്മയുണ്ട്, പ്രധാനപ്പെട്ട ഒരു അമ്മ. ആരാണത്? നമ്മളെയൊക്കെ ഇങ്ങനെ മാറോട് ചേർത്ത് ഈ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയുണ്ട്. നമ്മൾ ആരും അത് ശ്രദ്ധിക്കാറില്ല. നമ്മളെയൊക്കെ മാറോട് ചേർത്ത് ഇങ്ങനെ അതിവേഗതയിൽ സ്വയം പ്രദക്ഷിണം ചെയ്ത് ഈ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഒരാളുണ്ട്. അതാരാണ്? ഭൂമാതാവ് അല്ലെ? ഭൂമാതാവ്. ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ നിന്ന്. ഇതൊക്കെ പോട്ടെ, നമുക്ക് ഈ ഭക്ഷണമൊക്കെ കിട്ടുന്നത് ഭൂമാതാവിൽ നിന്നല്ലോ. ഭൂമിയിൽ നിന്നാണ് നമുക്ക് ഈ ഭക്ഷണമൊക്കെ കിട്ടുന്നത്. ഈ ഭൂമി ദേവിയെ വന്ദിക്കുന്നവർ ഇവിടെ എത്രയുണ്ട്? ദിവസവും 1 2 3 4 5 6 7 8 9 10 പേരുണ്ട്. ശരി, സന്തോഷം, 10 പേരുണ്ട്. എങ്കിൽ നാളെ തന്നെ, ഇന്നിനിപ്പോ സമയം വേണ്ട, നാളെ തന്നെ ഇനി പ്രഭാതത്തിൽ ഉണരുമ്പോൾ നമ്മളുടെ എല്ലാ മാതാവായ ഭൂമാതാവിനെ ഒന്ന് വന്ദിക്കാൻ പഠിക്കുക. ഈ ഭൂമി ദേവിയെ വന്ദിക്കുമ്പോൾ നമ്മൾ ആരൊക്കെയാണ് വന്ദിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇങ്ങനെ 5 ദേവതകളെയും നമസ്കരിക്കുന്നതിന് തുല്യമാകുന്നു ഭൂമാതാവിനെ വന്ദിക്കുമ്പോൾ. സമുദ്രവസനേ ദേവി പർവതസ്ഥന മണ്ഡലെ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അല്ലയോ അമ്മേ, ഞാനിതാ അമ്മയുടെ ഈ ശരീരത്തിലേക്ക് ചവിട്ടാൻ പോവുകയാണ്, ഒന്ന് ക്ഷമിക്കണേ എന്ന് ഭൂമി ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പൊ പ്രഭാതത്തിൽ എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്? ഈ ഭൂവന്ദനം ചെയ്തിട്ടാണ് എഴുന്നേൽക്കേണ്ടത്. ഇനി ഈ മന്ത്രം ഒന്നും അറിയില്ലെങ്കിലും ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ഭൂമി ദേവിയെ വന്ദിക്കുക. ഏതെങ്കിലും ഒരു നാമം ജപിച്ചോളൂ. ഒന്നെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അല്ലെങ്കിൽ ഓം നമോ നാരായണായ, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ. ഇങ്ങനെ എത്ര മന്ത്രങ്ങളുണ്ട്. ഓം നമ ശിവായ. ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചിട്ട് നമ്മൾ തൊട്ട് വന്ദിക്കുക. അത് മതി, ധാരാളം. ഈ മന്ത്രത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നാളെ തൊട്ട് തുടങ്ങണേ. ഇത് വെറുതെ ഇവിടെ നിന്ന് ഇത് കേട്ട് പോയാൽ പോരാ. എന്താ, നമുക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ ജീവിതത്തിൽ? അത് തൊട്ട് വന്ദിക്കാൻ പഠിക്കുക. അപ്പൊ നമുക്ക് ആകാശം ആരൊക്കെ വന്ദിച്ചു? ഭൂമി ദേവിയെ, ജലത്തെ, അഗ്നിയെ, വായുവിനെ, ആകാശത്തെ. ഏറ്റവും പ്രധാനപ്പെട്ട ദേവതകളാണ് ഇത്, മറന്നു പോരുത്. അടുത്തൊരു ദേവതയാണ്
സൂര്യദേവൻ. ആരാണ്? സൂര്യദേവൻ. സൂര്യദേവനെ നമസ്കരിക്കുന്നവർ എത്രയുണ്ട്? ഒന്ന് കൈപോക്കുക. അതൊരു 10-12 പേരുണ്ട്. ശരി, സന്തോഷം. ഇനി നാളെ തൊട്ട് എല്ലാവരും പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം ഒന്ന് സൂര്യദേവനെ നോക്കി ഒന്ന് നമസ്കരിക്കുക. ഒന്നും ജപിച്ചിട്ട് ഒരു മന്ത്രം അറിയില്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല. നീ ചെല്ലുന്നുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം ഒരു ഗായത്രി മന്ത്രം ചെല്ലുകയാണെങ്കിൽ ഉത്തമമായി. ഇതാണ് ഗായത്രി. ഗായത്രി കേട്ടിട്ടുണ്ടോ? ഗാനം ചെയ്യുന്നവരെ രക്ഷിക്കുന്നവൾ ഗായത്രി. സൂര്യമണ്ഡലത്തിൽ ഇരിക്കുന്നത് ഗായത്രി ദേവിയാണ്. ആ ഗായത്രി ദേവിയെ ഓം ഭൂർ ഭുവ സുഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഒന്നുമില്ല, നമ്മളുടെ ബുദ്ധി നേരായി വരും. എന്റെ ബുദ്ധിയെ നേരായ വഴിക്ക് നയിക്കണമേ. നമ്മൾക്ക് ഈ കുബുദ്ധിയും ചീത്ത സ്വഭാവങ്ങളും ദുസ്വഭാവങ്ങളും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണോ? എന്ത് ശരിയാത്തില്ലാത്തോണ്ടാ? ബുദ്ധി ശരിയല്ലാത്തോണ്ടാ. അപ്പൊ ആ ബുദ്ധി ഒന്ന് നേരെയാക്കി തരാൻ ആ ഗായത്രി ദേവിയോട്, സൂര്യമണ്ഡലത്തിൽ ഇരിക്കുന്ന ഗായത്രി ദേവിയോട്, ഭഗവതിയോട് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ അമ്മയാണ്. ഇനിയോ പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു ദേവനാണ്. നമ്മളൊക്കെ പണ്ട് അമ്പിളി അമ്മാമൻ എന്നല്ലേ പറയുക. അമ്മാമൻ. ഇന്ന് അമ്മാമനും വേണ്ട, ആരും വേണ്ട അല്ലേ? ഇത് നമ്മൾ മതി, എല്ലാം നമ്മൾ മതി. അപ്പൊ ഈ അമ്മാമനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നൊക്കെ നമ്മൾ മറന്നുപോയി. അപ്പൊ ഒന്ന് ആ പൂർണ്ണചന്ദ്രനെ അല്ലെങ്കിൽ ചന്ദ്രനെ ഒന്ന് കണ്ടാൽ നമസ്കരിക്കുക. എന്തെങ്കിലും ഒരു നാമം ജപിച്ചോളൂ, പ്രശ്നമല്ല. അതിനൊക്കെ മന്ത്രമുണ്ട്, അതൊന്നും ഇവിടെ ഇപ്പൊ പറയുന്നില്ല. ഓം യോ വൈ രുദ്രസ്സ ഭഗവാൻ നശ്ശ സോമസ്തസ്മൈ വൈ നമോ നമഃ. രുദ്രൻ തന്നെയാകുന്നു, ശിവൻ തന്നെയാണ്, പരമശിവൻ തന്നെയാകുന്നു ചന്ദ്രനായി പ്രകാശിക്കുന്നത്. ഇങ്ങനെ ഈ ദേവതകളെ ഒന്ന് നമസ്കരിക്കാൻ പഠിക്കുക. അത് മതി, കേട്ടല്ലോ. അടുത്തത് ആരാണ് ഈ ഭഗവാൻ? ഈ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു മതത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞ ആരാണ്? കുറേ ആളുണ്ടല്ലേ, നമുക്ക് എണ്ണമല്ലാത്ത ദേവതകളുണ്ടല്ലേ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതകളുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ നമ്മളൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ പല പരിപാടികൾ നടന്നു, ഗംഭീരമായ പരിപാടികൾ നടന്നു. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നു, ഞാൻ പ്രഭാഷണം ചെയ്യുന്നു. ഇതൊക്കെ എന്തുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നതും നമുക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നത്? ജീവനുള്ളത് കൊണ്ട്. എന്താണ്? ജീവനുള്ളത് കൊണ്ട്. ഈ ജീവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെ ജീവിപ്പിക്കുന്ന ശക്തി. ഇതാരാണ്? അയാളുടെ പേരാണ് ഭഗവാൻ. എന്താണ്? ഭഗവാൻ. നമ്മളെ ജീവിപ്പിക്കുന്ന ശക്തി. ഈ ജീവിപ്പിക്കുന്ന ശക്തി, ഇതിന്റെ പേര്, മറ്റൊരു പേരുണ്ട്, രുദ്രൻ എന്ന്. എന്താണ്? രുദ്രൻ. രുദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? കരയിപ്പിക്കുന്നവൻ. എന്താണ്? കരയിപ്പിക്കുന്നവൻ. എങ്ങനെയാണ് കരയിപ്പിക്കുക? ഈ രുദ്രൻ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ശരീരത്തെ നോക്കി കരയൂല്ലേ? നമ്മുടെ അമ്മയായാലും അച്ഛനായാലും മക്കളായാലും സുഹൃത്തായാലും ആരുടേതായാലും ജീവൻ പുറത്തേക്ക് പോയാൽ നമ്മളൊക്കെ കരയുന്നു. അപ്പൊ നമ്മളെയൊക്കെ കരയിപ്പിക്കുന്നവനാണ് ആര്? രുദ്രൻ അല്ലെങ്കിൽ ജീവൻ. ഇതിന് ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട്, ജീവോ ബ്രഹ്മൈവനാപരാഹ എന്ന്. ജീവൻ ബ്രഹ്മമാകുന്നു. ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്, കാരണം നമുക്ക് അത്രേ സമയമുള്ളൂ, ചെറിയൊരു സമയമുള്ളൂ ഇവിടെ ഈ അനുഗ്രഹ പ്രഭാഷണം. അപ്പൊ എന്തെങ്കിലും നമ്മളൊന്ന് പഠിച്ചു വെക്കണ്ടേ? ഇങ്ങനെ നമ്മളെ കുറെ കാലം ജീവിച്ചു പോകുന്നു, എന്തെങ്കിലും ഒന്ന് അറിയണ്ടേ? ഒരു വിവരം വേണ്ടേ? എന്തെങ്കിലും ചോദിച്ചാൽ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് വേദത്തിന്റെ സാരമാണ് നിങ്ങൾക്ക് പറഞ്ഞു. 4 വേദങ്ങളുടെ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, 2 രാമായണം, മഹാഭാരതം. അത് നമുക്ക് അനേക ഗ്രന്ഥങ്ങളുണ്ട്. ഇതിന്റെ ഒക്കെ ആകത്തുകയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എസൻസ് ആണ് പറഞ്ഞു തരുന്നത്, മറന്നു പോകരുത്. നമ്മളൊരു ഹിന്ദു ആയിട്ടാണല്ലോ ജനിച്ചത്. ഇപ്പൊ ഭാരതീയ സംസ്കാരത്തിന്റെ എന്തെങ്കിലും പഠിച്ചു വെക്കുന്നത് നല്ലതാണല്ലോ. അപ്പൊ നാളെ തന്നെ നമ്മൾ എന്താണ് ആരംഭിക്കേണ്ടത്? ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ അച്ഛനെയും അമ്മയും നമസ്കരിക്കാൻ പഠിക്കുക. പിന്നെയോ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യുക? ഭൂമിയെ വന്ദിക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മളുടെ മൂല്യങ്ങൾ ഉണ്ടാകുന്നത്. പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുക. എന്താണ് പഠിക്കേണ്ടത്? ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതം നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം പദാർത്ഥനിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം
പ്രാണികുലത്തിൽ പരമാണുഗണം പരസ്പരാകർഷം. പ്രേമമതൊന്നല്ലോ, ആ പ്രേമമാകുന്നു ഹിന്ദുമതം. എന്താണ് ഹിന്ദുമതം? എന്താണ് പ്രേമം. ആ പ്രേമം ഹിന്ദുമതത്തിൽ പ്രേമമായത് കൊണ്ടാണ് ഇവിടെ മറ്റു മതങ്ങൾക്കൊക്കെ നമ്മൾ അനുമതി കൊടുത്തത്. ഇവിടെ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലേ? എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം എന്താണ്? ഹിന്ദുമതത്തിന്റെ ഈ പ്രേമമാകുന്നു. അപ്പൊ ഒരൊറ്റ മതമുണ്ടുലകെന്നുയരാം പ്രേമമതൊന്നല്ലോ. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? പ്രേമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ സദസ്സിലിരിക്കുന്നതും അല്ലെങ്കിൽ ഈ വേദിയിലിരിക്കുന്ന ആരെങ്കിലും പ്രേമം അറിയാത്ത ആരെങ്കിലും എടുത്ത്? ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം, അല്ലെ? നമ്മൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. എന്താണെന്നറിയോ? രണ്ട് കാര്യം എല്ലാവരും ഇഷ്ടപ്പെടുന്ന, മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളല്ല, എല്ലാ ജീവികളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഒന്ന് എന്താണ്? പ്രേമം അല്ലെങ്കിൽ സ്നേഹം, അല്ലെ? സത്യമല്ലേ? എല്ലാവരും ഇഷ്ടപ്പെടുന്ന. സ്നേഹിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പ്രേമമാണ് നമ്മളെ ഒക്കെ കൂട്ടി യോജിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല. പ്രേമം. ആരാണ് പ്രേമം എന്ന് പറഞ്ഞാൽ? ഒന്നും കൂടി നമ്മൾ ചിന്തിക്കണേ. പദാർത്ഥ നിരതൻ പ്രകൃതിന്റെ ഭാവം പരസ്പരാകർഷ. ഈ പദാർത്ഥത്തിൽ, ഈ ലോകത്തിൽ ഓരോ പദാർത്ഥത്തിലെയും ഓരോ കണങ്ങളെയും ഓരോ ആറ്റത്തെയും നോക്കിയാൽ അതൊക്കെ പരസ്പരം ആകർഷിച്ച് നിൽക്കുന്നതാണെന്ന് കാണാം. ഒരു ആറ്റത്തെ നോക്കിയാൽ ആ ആറ്റത്തിൽ എന്താണ്? ഇലക്ട്രോൺ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ന്യൂക്ലിയസിന് ചുറ്റും. ഇതുപോലെ ഈ പ്രപഞ്ചത്തിനെ നോക്കൂ. സൂര്യനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഗ്രഹങ്ങൾ, ചന്ദ്രനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു ചന്ദ്രൻ. ഇങ്ങനെ ഓരോന്നിനെയും നോക്കിയാൽ എല്ലാം പരസ്പരം ആകർഷിച്ച് കോർത്ത് ആകർഷണ വികർഷണങ്ങളെ കൊണ്ട് നിൽക്കുകയാണ് ഈ പ്രപഞ്ചം. ഈ ആകർഷണ വികർഷണങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്? പ്രേമത്തിലാണ്. എന്താണ്? പ്രേമം, പരസ്പരമുള്ള പ്രേമം. അപ്പൊ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേമമുദിത മനസ്സ് കഹോ രാമ രാമ രാം, രാമ രാമ രാം, ശ്രീ രാമ രാമ രാം, രാമ രാമ രാം, രാമ രാമ രാം, രാമ രാമ രാം, രാമ രാമ രാം. രണ്ടക്ഷരം രാമ. രത്നാകരനാകുന്ന കൊള്ളക്കാരനെ എന്താണ്? മഹാകവിയാക്കി വേദവ്യാസനാക്കി മാറ്റിയ രണ്ടക്ഷരമാണ് രാ എന്നും മാ എന്നുള്ള അക്ഷരം. ഈ രാമനാകുന്ന, ഈ രാമൻ എന്ന് പറഞ്ഞ ആരാണ്? രാ മാ എന്നുള്ള രണ്ട് അക്ഷരത്തിന് ഗഹനമായ അക്ഷരങ്ങളാണ് അർത്ഥങ്ങളാണ് ഇരിക്കുന്നത്. രാ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാകുന്നു, മാ എന്ന് പറഞ്ഞാൽ മായയാകുന്നു. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന് മുഴുവനും കാരണമായിരിക്കുന്ന എല്ലാ ചരാചരങ്ങളിലും ജീവാത്മ സ്വരൂപത്തിൽ ഇരിക്കുന്ന ആ ശക്തി, അത് തന്നെയാണ് പ്രേമം. അപ്പൊ പ്രേമസ്വരൂപൻ, ഈ പ്രേമസ്വരൂപൻ നമ്മളുടെ ഉള്ളിൽ ജീവാത്മ സ്വരൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കുവാനും കഴിയുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ശവമാണ്. ശവത്തെ ആരെങ്കിലും സ്നേഹിക്കുമോ? അപ്പൊ ഭഗവാൻ ക്ഷേത്രത്തിൽ മാത്രമല്ല ഉള്ളത്, നമ്മുടെ ഓരോരുത്തരും ഉള്ളിൽ കുടിയിരിക്കുന്ന ചൈതന്യമാകുന്നു പ്രേമസ്വരൂപനായ ഭഗവാൻ. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. ഇതാർക്ക് സമയം? ഈ ഭഗവാനെ ശ്രദ്ധിക്കാൻ ആർക്ക് സമയം? നമുക്ക് 100 കാര്യങ്ങളിൽ ഇവിടെ ചെയ്യാൻ, അല്ലെ? അവസാനം ജീവൻ പോകുന്ന ഒരു സമയത്ത്, ഈ ജീവൻ തിരിച്ചു വിളിക്കുന്ന ഒരു സമയത്ത് ഇയാളങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളൊക്കെ എന്തായി? എന്തിനായിരുന്നു വന്നതെന്ന് നമ്മൾ അറിയില്ല. ഒരു ജന്മം നഷ്ടപ്പെട്ട് വിഫലമായി. സഫലമാക്കുകയില്ലേ, അത് സഫലമാക്കുകയില്ലേ, ആഗ്രഹം ഒരേ ഒരാഗ്രഹം
അനുഗ്രഹം ആത്മാവിൽ തേൻ മലരായി. ആ ആത്മാവിലെ തേൻ നമുക്ക് നുകരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സ്നേഹിക്കാൻ പഠിക്കുക പരസ്പരം. അതാണ് ഹിന്ദു മതം. എന്താണ് ഇതെവിടെ തുടങ്ങണം? ഇന്ന് മുതൽ നമുക്ക് തുടങ്ങണേ. സ്നേഹിക്കാൻ, പ്രേമിക്കാൻ തുടങ്ങുകയാണ് നമ്മൾ. വീട്ടിലാരെ? അച്ഛനമ്മമാരെ, മക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അയൽവാസികളെ, അങ്ങനെ സ്നേഹിച്ച് ആ സ്നേഹം നമ്മുടെ ജോലി സ്ഥലത്തും ഈ ഭാരതത്തിലും എന്ന് വേണ്ട സർവ്വദിക്കിലും സർവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? അവനാണ് ഹിന്ദു. ആരാണ്? അവന്റെ പേരാണ് ഹിന്ദു. ഇതെല്ലാവർക്കും കഴിയില്ല. ഇത് മറ്റുള്ള മതസ്ഥർക്ക് കഴിയില്ല. എന്ത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും മറ്റുള്ള മതസ്ഥരെ എടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ ഒരു കല്ലിനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമസ്കരിക്കും. ഇനി അപ്പുറം ഒരു സർപ്പത്തിന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചാൽ അതിനെ നമസ്കരിക്കും. ഇനി കുറച്ചുകൂടി അപ്പുറം പോയാലോ അവിടെ ഒരു ആൽമരം ഉണ്ടാകും. അതിനെ കണ്ടാൽ അതിനെ നമസ്കരിക്കും, അതിനെ പ്രദക്ഷിണം ചെയ്യും. ഇങ്ങനെ എല്ലാറ്റിനോട് നമസ്കരിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു നമുക്ക്. ഇന്നതെന്തേ ഉള്ളൂ? ഇന്നത് ക്ഷേത്രത്തിൽ പോയാലേ ഉള്ളൂ. വീട്ടിൽ പോയാലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത, സ്നേഹമില്ല. അപ്പൊ ഈ സ്നേഹം ആരെയാണ് സ്നേഹിക്കേണ്ടത്? അച്ഛനെയല്ല, അമ്മയെയല്ല, അനുജനെയല്ല, സഹോദരിയല്ല, ഭാര്യയല്ല, ഭർത്താവിനെയല്ല സ്നേഹിക്കേണ്ടത്. അവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ സ്നേഹിക്കുവാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് എന്താകും? സ്നേഹവും വിനയവും ഉണ്ടായി വരും. അത് ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു ഹിന്ദു ഏകത. ഇതാണ് ഏകത. സർവത്തിലും ഏകനായ ഈശ്വരനെ കാണുക. ഇതാണ് സർവചരാചരങ്ങളും ഈശ്വരൻ കുടികൊള്ളുന്ന ക്ഷേത്രമാണെന്ന് കാണലാണ് ഏകത. ഈ ഏകതയിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേരട്ടെ. നമുക്ക് ഈ ഏകത എന്ന് പറയുന്നത് കൊല്ലത്തിലൊരിക്കലും നടത്തിയാൽ പോരാ. എൻ്റെ അഭിപ്രായത്തിൽ ഇത് മാസത്തിൽ ഓരോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നല്ല വിദ്വാൻമാരെ വിളിച്ച്, എന്നെ പോലത്തെ വിഡ്ഢികളൊന്നും വിളിക്കണ്ട, നല്ല വിദ്വാൻമാരെ വിളിച്ച് നല്ല ക്ലാസ് ഒക്കെ എടുപ്പിക്കുക. മനസ്സിലായോ? ഇനി ഞാനും ഈ വിഡ്ഢിയാണെങ്കിൽ കുറച്ചൊക്കെ അറിവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ആളെ കൂട്ടി നമ്മളെ ഹിന്ദുക്കളെയൊക്കെ ഏകീകരിപ്പിച്ച് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ക്ലാസ് കൊടുക്കാൻ നമ്മൾ നന്നായി വരും. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു അവസരം വീണ്ടും ഇങ്ങനെ കൂടിച്ചേരാൻ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാനോട്. ഏതായാലും ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തോട് അനുബന്ധിച്ച് നിങ്ങളോടെല്ലാം ഇങ്ങനെ സംവദിക്കാൻ കഴിഞ്ഞതിൽ ഈ സംഘാടകരോടും സർവേശ്വരനായ ഭഗവാനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഓം കായേന വാച മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വ്യാസശങ്കരമധ്യമാം മള്ളിയൂർഹംസപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്നാ അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരുന്ന ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ, പാങ്ങോട് വാർഡിന്റെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ ഉള്ളൂർ വാർഡിൽ ഈ സമയത്ത് തന്നെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇതേ സമയത്ത് ഈ ഏകതാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന
ഏറെ പ്രിയപ്പെട്ട മധുചേട്ടൻ, അതുപോലെ ഉദ്ഘാടനം ചെയ്ത വിമല ടീച്ചർ, ഇപ്പോൾ നമ്മെ അനുഗ്രഹിച്ച ബ്രഹ്മചാരി വിശുദ്ധ ചൈതന്യ, ഇവിടെ കൂടിയിരിക്കുന്ന സനാതന ധർമ്മ വിശ്വാസികളെ, ധാരണാത് ധർമ്മയിത്യാഹു ധർമ്മോ ധാരയത്തെ പ്രജാ. എന്താണ് ധർമ്മം? നമ്മെ എല്ലാവരെയും നൂറ്റാണ്ടുകളോളമായി നിലനിർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യവസ്ഥ, അതാണ് ധർമ്മം. ധർമ്മോ ധാരയത്തെ പ്രജാ. അതുകൊണ്ട് തന്നെ നേരത്തെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ഹിന്ദുമതം എന്നല്ല നമ്മൾ പറയുക, സനാതന ധർമ്മം എന്നാണ് പറയുക. പിന്നീട് കുറെ കാലത്തിന് ശേഷമാണ് ഈ ഒരു ഹിന്ദുമതം എന്നുള്ള പദപ്രയോഗമൊക്കെ വന്നത്. ആ സിന്ധോ സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവ ഭാരതി എത്ര സന്തതി. ഹിന്ദു മഹാസാഗരം മുതൽ സിന്ധു വരെ. ഇന്ന് ആ സിന്ധു നമ്മുടെ കൂടെ ഇല്ല, പാകിസ്ഥാനിലാണ്. എന്നാൽ അവിടം വരെ വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രം ആർക്കാണോ പുണ്യഭൂമി, ആർക്കാണോ മാതൃഭൂമി, പിതൃഭൂമി, അവരൊക്കെയാണ് ഹിന്ദുക്കൾ. ഹിമാലയം സമാരഭ്യ യാവദിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. അപ്പൊ നമ്മുടെ ധർമ്മം സനാതനമാണ്. സനാതനം എന്ന് പറഞ്ഞാൽ എന്നും എന്നും നിലനിൽക്കുന്നതാണ്. എത്രയോ സെമിറ്റിക് മതങ്ങള് വന്നു, പലതും പോയി. പക്ഷേ ഈ ഒരു ധർമ്മം മാത്രം എപ്പോഴാണ് രൂപപ്പെട്ടത് എന്ന് പോലും നിശ്ചയില്ല നമുക്ക്. പക്ഷെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. വലിയ കോട്ടമൊന്നും തട്ടാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അതിന്റെ കാരണം എന്ന് പറയുന്നത്, അത് ആരെങ്കിലും പടച്ചു വിട്ടതല്ല. അതിനൊരു പടച്ചോനില്ല. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. ആധ്യാത്മികതയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജീവന പദ്ധതിയാണ് സനാതനധർമ്മം. ആർട്ട് ഓഫ് ലിവിങ്. അതൊരു ജീവന കലയാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും അഭിമാനത്തോടെ പറയാം, ഞാൻ ഹിന്ദുവാണ്. നിന്റെ ജാതി ഏതായിക്കോട്ടെ, മതം ഏതെങ്കിലും ആയിക്കോട്ടെ, നിന്റെ നാട് ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നീ ഹിന്ദു ആണ് എന്ന് നിനക്ക് അഭിമാനിക്കാം. എപ്പോൾ നീ ആധ്യാത്മികതയിൽ ഉറച്ച ജീവിത ശൈലിയാണ് പിന്തുടരുന്നതെങ്കിൽ. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സനാതനധർമ്മം. ഭാഗവതത്തില് പ്രഹ്ലാദൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, സ്വസ്ത്യസ്തു വിശ്വസ്യ. ഇതാ, ലോകത്തിന് നന്മയുണ്ടാകണം എന്നുള്ളതാണ് പ്രാർത്ഥന. അപ്പോ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള പാരസ്പര്യം, ആ പാരസ്പര്യം തന്നെയാണ് ധർമ്മം. അത് എന്നും നിലനിൽക്കുന്നതായതുകൊണ്ട് അതിന് സനാതന ധർമ്മം എന്ന് പേര്. അതുകൊണ്ട് വിവിധ വിശ്വാസങ്ങൾ ഉണ്ടാകാം, വിവിധ ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടാകാം. അതിനൊന്നും ആർക്കും വിരോധമില്ല.
നിങ്ങളുടെ വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് പിന്തുടരാം. പക്ഷേ അതിൻ്റെ എല്ലാറ്റിൻ്റെയും സാംസ്കാരികമായ മൂലശില അല്ലെങ്കിൽ അടിക്കല്ല്, അടിസ്ഥാനം ഒന്നാണ്. അത് ബ്രഹ്മതത്വമാണ്. അതുകൊണ്ട് തന്നെ ഭാഗവതമായാലും നാരായണീയമായാലും നേരത്തെ ഇവിടെ ഉല്ലേഖനം ചെയ്ത ആചാര്യസ്വാമികളുടെ സിദ്ധാന്തങ്ങളാണെങ്കിലും എല്ലാം തന്നെ ബ്രഹ്മതത്വത്തെയാണ് അല്ലെങ്കിൽ പാരമാർത്ഥിക സത്യത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ആ പാരമാർത്ഥിക സത്യം എന്ന് പറയുന്ന ഒന്നാണ്, അത് ഏകമാണ്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ ഈ ഒരു സനാതന ധർമ്മം അത് ലോകത്തിൽ ഇന്ന് നാം നേരിടുന്ന ഒട്ടനവധി സമസ്യകൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അത് യുദ്ധം മുതൽ, ഇപ്പോ യുദ്ധത്തിന്റെ സമയമാണല്ലോ, യുദ്ധം മുതൽ കാലാവസ്ഥാ വ്യതിയാനം വരെ, പാരിസ്ഥിതിക വിനാശം മുതൽ വിഘടനവാദം വരെ, അസമത്വം മുതൽ അഭയാർത്ഥി പ്രശ്നം വരെ, ഏത് പ്രശ്നം വേണമെങ്കിലും എടുത്തോളൂ. ഇതിപ്പോ ഓരോന്നും പ്രത്യേകം എടുത്ത് വിസ്തരിച്ച് പറയാൻ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാറ്റിനും പരിഹാരമാണ് ഹിന്ദു ജീവിത രീതി അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ ഉറച്ച ജീവിത പദ്ധതി. അതുകൊണ്ട് തന്നെ ഇവിടെ മാത്രം ഈ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിർത്തിക്കുള്ളിൽ മാത്രമല്ല, ലോകമെങ്ങും ആ ധർമ്മത്തെ പകർത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. നമ്മൾ അതിലാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ ഒരു ഭാരതഭൂമിയിൽ മാത്രം ധർമ്മം നിലനിർത്തിയാൽ മതി എന്നല്ല, ലോകത്തിൽ എല്ലായിടത്തും. അതുകൊണ്ട് തന്നെയാണ് ലോകമേ തറവാട് തനിക്ക് ചെടികളും പൂക്കളും പുൽക്കളും തന്നെത്താൻ കുടുംബക്കാർ വസുധൈവ കുടുംബകം. ഇതാണ് നമ്മുടെ ചിന്താ പദ്ധതി. എല്ലാവരും ഒന്ന്, എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം തന്നെ. അങ്ങനെയാണ്. അതിനിടയിൽ ഇപ്പോൾ കാണുന്നതായിട്ടുള്ള വിഘടനവാദങ്ങൾ, അത് സനാതന ധർമ്മത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള അബദ്ധം മാത്രമാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ധർമ്മം വേറെ, മതം വേറെ. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. അത് ഏത് ആചാര്യന്റെ അഭിപ്രായത്തെയും മതം എന്നാണ് പറയും. ഗീതയില് പല സന്ദർഭങ്ങളിലും മമ മതം എന്ന് കൃഷ്ണ അഭിപ്രായപ്പെടുന്നുണ്ട്. അർജുനോട് പറയണ്ട, ഇതെന്റെ മതമാണ്. എന്താ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന്. അപ്പോ ഈ സനാതന ധർമ്മം ഇപ്പോൾ വീണ്ടും ആ ജഗദ്ഗുരു പദത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിലാണ് ഇപ്പോഴുള്ളത്. ആ പഴയ ഭാരതാംബയുടെ വിജയ വൈജയന്തി വീണ്ടും ലോകത്തിന്റെ മുന്നിൽ പാറിക്കളിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിനനുസരിച്ച് സമാജത്തെ അല്ലെങ്കിൽ സമൂഹത്തെ ഒരുക്കേണ്ടതുണ്ട്. ആ ഒരുക്കത്തിന്റെ ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം. സമാജത്തെ ഒരുക്കി കഴിയുന്നതും വേഗത്തിൽ നമുക്ക് നമ്മുടെ ഭാരതാംബയെ ആ പഴയ പരമവൈഭവത്തിലേക്ക് പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. ഭാരതാംബയെ വീണ്ടും ആ പഴയ പരമവൈഭവത്തിലേക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ സമാജത്തെ, സമൂഹത്തെ ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു സാമാജിക സഹവർത്തിത്വത്തിന്റെയും സാമരസ്യത്തിന്റെയും ഒരു ജയഭേരിയാണ്, അല്ലെങ്കിൽ ഒരു ശംഖനാദമാണ് എല്ലാ ഹിന്ദു സമ്മേളനങ്ങളും. അതുകൊണ്ട് തന്നെ ഹിന്ദു ഏകതാ സമ്മേളനങ്ങളെല്ലാം നമുക്ക് സമാജത്തിന്റെ എല്ലാ പ്രതിനിധികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ
ദേശസ്നേഹവും ദേവസ്നേഹവും പരസ്പരം പോരടിക്കേണ്ടതല്ല. ദേശസ്നേഹവും ദേവസ്നേഹവും ഒന്നിച്ച് കൊണ്ടുപോകേണ്ടതാണ്. അത് പരസ്പര പൂരകമാണ് എന്ന് നമ്മൾ സമാജത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് ഈ വിഘടനവാദവും അല്ലെങ്കിൽ ചില തീവ്രവാദത്തിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ. വിദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ വിദേശീയർക്ക് എല്ലാവർക്കും ഭാരതത്തിൽ നിന്ന് വരുന്നവരൊക്കെ ഹിന്ദുക്കളാണ്. അവർ ഭാരതീയരെ മുഴുവൻ കാണുന്നത് ഹിന്ദുക്കളായിട്ടാണ്. അക്കിത്തത്തിന്റെ ഓർമ്മക്കുറിപ്പില് അദ്ദേഹം ചിലി കാണാൻ പോയ സമയത്ത് ഇന്ത്യനാണ് എന്ന് പറഞ്ഞപ്പോഴ് ഇന്ത്യനാണോ, അപ്പൊ ഹിന്ദു ആണല്ലേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതി വെച്ചത്. എന്ന് വെച്ചാൽ ഭാരതത്തിൽ നിന്ന് ആര് പോയാലും ഇന്ത്യൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവര് ഹിന്ദു എന്നുള്ളൊരു ഭാവമാണ്. അത് ആദരവിന്റെ ഭാവമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ മഹിമ നമുക്ക് ഇതുപോലെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഭാരതീയരോട് മാത്രമേ ഉള്ളൂ. മറ്റ് ലോകത്തിലെ ആരോടും ഭാരതത്തിന്റെ മഹത്വം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. എന്തിന് ഇവിടെ തന്നെ ഭാരതത്തിൽ തന്നെ നമ്മള് വൃന്ദാവനത്തിലെ ഇസ്കോണിൽ പോയാൽ, അല്ലെങ്കിൽ മാതാമൃതാനന്ദമയി മഠത്തിൽ പോയാൽ, ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ബാംഗ്ലൂരിലെ ആശ്രമത്തിൽ പോയാൽ ഒക്കെ നമുക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദേശികളെ കാണാം. അവരൊക്കെ അത്രയും ശ്രദ്ധയോടെ വിശ്വാസത്തോടെ ഭക്തിയോടെ നാമസങ്കീർത്തനം ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ വള്ളിക്കാവിൽ പോയി കഴിഞ്ഞാൽ എത്രയോ മദാമ്മമാര് അവര് ചാണകം വരുന്നു, തൊഴുത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഭക്തന്മാരുടെ എച്ചിലെടുക്കുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവർക്ക് 6 മാസം അവിടെ ജോലി ചെയ്തിട്ട് ബാക്കി 6 മാസം ഇവിടെ വന്നിട്ട് അവര് എവിടെയെങ്കിലും വീണയിടം വിഷ്ണു ലോകം എന്നുള്ള ഭാവത്തിൽ എവിടെയെങ്കിലും വന്ന് ഇരിക്കണം അവര്. കാരണം ഈ ഭാരതത്തിൽ വന്നാൽ അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ശാന്തിയും സമാധാനവുമാണ്. ഈ ഒരു മഹത്വം, ഈ ഒരു രാഷ്ട്രബോധം നമുക്കില്ല, വിദേശീയർക്കുണ്ട്. അവർ നമ്മളെക്കാളും ഭാരതത്തെ സ്നേഹിക്കുന്നു. ഞാനിത് അഭിമാനത്തോടെ പറയല്ല, നമ്മളെ തന്നെ ഒന്ന് ഒരാത്മവിമർശനം ചെയ്യാൻ വേണ്ടി പറയാം. അതുകൊണ്ട് ദേശഭക്തിയാണ് ദേശശക്തി. ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായത്തില് ഭാരതത്തിന്റെ മഹിമ പറയുന്നു, ദേവന്മാര് പറയുന്നത് അമീ ദേവാ ഗായന്തി എന്ന് പറഞ്ഞിട്ട് ദേവന്മാര് ഭാരതത്തിന്റെ മഹിമ പാടുന്നുണ്ടോ അതിമനോഹരമായി. അഹോ അമീഷാം കിമകാരി ശോഭനം പ്രസന്നയേഷാം സുജിത സ്വയം ഹരി ഏർ ജന്മലബ്ധം നഷു ഭാരതാചിരേ മുകുന്ദ സേവോപൈകം സ്പൃഹാഹിന. ഭാഗവതത്തിലെ വരികളാണ്. ദേവന്മാർ പറയാണ്, ഞങ്ങളും ആ ഭാരതത്തിൽ ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ആ ഭാരതഭൂമിയിൽ അല്പം മതി, കൽപ്പായുഷാം സ്ഥാനജയാ പുനർഭവാത് ക്ഷണായുഷാം ഭാരതഭൂജയോ വരം. ഒരു ക്ഷണമെങ്കിൽ ഒരു ക്ഷണം ഭാരതത്തില് ജനിക്കാൻ, ജീവിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹിന്ദുത്വം, സനാതനധർമ്മം അത് മതമല്ല, ജീവിത പദ്ധതിയാണ്. ഇത് ഞാനിങ്ങനെ വേദിയില് പ്രഭാഷണത്തിൽ പറയല്ല, ഇത് സുപ്രീം കോടതി എനിക്ക് തോന്നുന്നു 1995 മറ്റോ വിധിച്ചതാണ്. 2016 അതിനെതിരെ സുപ്രീം കോടതിയിൽ തന്നെ ഹർജി കൊടുത്തു. അത് തള്ളിപ്പോയി. ഉറപ്പിച്ച് പറഞ്ഞു സുപ്രീം കോടതി, എന്ത്, ഹിന്ദുത്വം എന്നത് അത് ജീവിത മാർഗമാണ്, ജീവിത പദ്ധതിയാണ്, അത് മാറ്റാൻ തയ്യാറായില്ല. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇവിടെ നേരത്തെ സ്വാമിജി പറഞ്ഞ വേദങ്ങൾ മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട
ഏറ്റവും പ്രധാനപ്പെട്ട ഷഡ്ദർശനങ്ങൾ. ആ ഷഡ്ദർശനങ്ങൾ പോലും വേദത്തിലോ അല്ലെങ്കിൽ ഈശ്വരനിലോ വിശ്വസിക്കുന്നവരല്ല. അത് കണാദനാണെങ്കിലും ശരി, കപില മുനിയാണെങ്കിലും ശരി, ബുദ്ധനാണെങ്കിലും ശരി. അപ്പോ സാഖ്യവും ന്യായവും വൈശേഷികവും അതുപോലെ തന്നെ ചാർവാകമതവും ബൗദ്ധമതവും ജൈനമതവും ആസ്തികമല്ല. പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ദർശനങ്ങളിൽ ഇവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവരെല്ലാം സമാരാധ്യരാണ്, ഒരുപോലെ. ചാർവാകൻ എന്നുള്ളതിന് നമ്മള് ചെറിയ പദത്തിന്റെ അർത്ഥം തന്നെ ചാരു വാക്ക് എന്നാണ്. ഏറ്റവും മനോഹരമായ ഭംഗിയായിട്ടുള്ള, കേൾക്കാൻ നല്ല സുഖമുള്ള വാദമാണ് അദ്ദേഹത്തിന്റെ. ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ ഋണം കൃത്വ ഘൃതം പിബേത് എന്നൊക്കെയാണ് ചാർവാകന്റെ മതം. അപ്പോ നമ്മള് ഈ സനാതന ധർമ്മത്തിലൂടെ, ഹിന്ദുത്വത്തിലൂടെ വളർന്നു വന്ന സമാജത്തിന്റെ നമ്മുടെ ചുമതലയാണ് ഈ സനാതന ധർമ്മത്തെ അതിൻ്റെതായ പൂർണ്ണതയോടുകൂടി അടുത്ത തലമുറയ്ക്ക് കൈമാറണം. അത് നമ്മുടെ ധർമ്മമാണ്. നമ്മള് കുട്ടികൾക്ക് വിനയമില്ല, അല്ലെങ്കിൽ ഗുരുത്വമില്ല, ഈശ്വരവിശ്വാസമില്ല, പഴയ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കുറിച്ച് പരിതപിച്ചിട്ട് കാര്യമില്ല. സ്വാമിജി പറഞ്ഞതുപോലെ നമ്മൾ എത്ര സമയം സത്സംഗത്തിന്, നമ്മൾ എത്ര സമയം സനാതന ധർമ്മത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? നമ്മൾ എത്ര സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സനാതന ധർമ്മ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്? എത്ര ക്ഷേത്രങ്ങള് ആ സനാതന ധർമ്മ പാഠശാലകള് മുടങ്ങാതെ നടത്തുന്നുണ്ട്? എത്ര ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പാഠശാലകളിൽ കുട്ടികൾ വരുന്നുണ്ട്? നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് NSS കേരളത്തിലെ ഏറ്റവും ശക്തി ആർജിച്ച ഒരു സാമുദായിക സംഘടനയാണ്. ആ NSS ആരംഭിച്ച ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ പോലും ഇന്ന് നാമമാത്രമായിട്ട് മാറിക്കഴിയും. പേരിന് മാത്രം. അത് വെച്ച് നോക്കണം. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കരയോഗങ്ങളില് ആരംഭിച്ച ആധ്യാത്മിക പഠന കേന്ദ്രങ്ങള് ഇന്ന് വിരലിലെണ്ണാവുന്ന പഠന കേന്ദ്രങ്ങളായിട്ട് മാറി. എന്താ കാരണം? നമുക്ക് രക്ഷിതാക്കൾക്ക് ഇപ്പോഴും ഇനി വരുന്ന തലമുറ എങ്ങനെയായിത്തീരണം ധാരണ ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് തന്നെ ശക്തിയോടുകൂടി ആ പഴയ സനാതന ധർമ്മത്തിന്റെ നമുക്ക് ലഭിച്ച, നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചതായിട്ടുള്ള പാഠങ്ങള്, സന്ദേശങ്ങള്, ജീവിത മൂല്യങ്ങള് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ബാധ്യത അത് നമ്മുടേതാണ്. അതില്ലാതെ നമ്മൾ പോയാൽ അത് നമ്മള് നന്ദികേടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സനാതന ധർമ്മത്തിന്റെ ഗരിമ അതേ ഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഒന്നാണ്. ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. ഇവിടെ ഭേദഭാവമില്ല. ഇടക്കാലത്ത് സത്യം, ഇടക്കാലത്ത് പലതരത്തിലുള്ള അയിത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി. പൂർണ്ണമായി മാറി എന്നല്ല പറഞ്ഞത്, വലിയൊരു മാറ്റം. ഇത് ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദ സ്വാമിജിക്ക് പറയേണ്ടി വന്നു. പക്ഷേ ആ ഭ്രാന്താലയത്തെ തീർത്ഥാലയമാക്കി മാറ്റാൻ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികൾക്കും അയ്യാ വൈകുണ്ഠ സ്വാമികൾക്കും അതുപോലെ തന്നെ അയ്യങ്കാളി അവർക്കും അങ്ങനെ എത്ര പേര് അവരുടെ പ്രയത്നത്തിലൂടെ ആ ഭ്രാന്താലയം ഇന്ന് തീർത്ഥാലയമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് പൂർണ്ണമായില്ല. അത് പൂർണ്ണതയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വിഘടനവാദങ്ങൾ
ചില തീവ്രവാദങ്ങള്, അവിലും മലരും കുന്തിരിക്കവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വിവരദോഷികളുടെ അട്ടഹാസങ്ങള് അത് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഹിന്ദു സമൂഹത്തിന്റെ ഇന്നത്തെ അല്ലെങ്കിൽ നമുക്ക് നേരിടേണ്ടി വരുന്നതായിട്ടുള്ള ദുസ്ഥിതിയെ നമ്മൾ അവഗണിക്കാതെ, തിരസ്കരിക്കാതെ ഹിന്ദുവിന്റെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്ന ഏതൊക്കെ ഭാവാത്മകമായ പോസിറ്റീവായിട്ടുള്ള കാര്യപരിപാടികളിലും നമ്മൾ പങ്കെടുക്കുക, നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന കേരളത്തിന്റെ കുംഭമേള പോലെയുള്ള കാര്യപരിപാടികൾ ചെറിയ പരിപാടിയാണ്, അല്ലെങ്കിൽ ചെറിയ പരിപാടിയായിട്ടാണ് തുടങ്ങിയതെങ്കിലും അതൊരു വലിയ ഒരു ജനപ്രവാഹമായിട്ട് മാറി നീളാതീരത്ത്. അപ്പൊ നമ്മള് ശരിക്കും നമ്മളൊന്ന് ഉണർന്നാൽ, ഹിന്ദു ഉണർന്നാൽ ദേശം ഉണർന്നു എന്ന് പറയുന്നത് വെറും മുദ്രാവാക്യമല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ നമ്മൾ സമയത്ത് പലതിനെയും കണ്ടു നടിക്കാതെ അല്ലെങ്കിൽ പലതിനോട് പ്രതികരിക്കാതെ ഇരുന്നതിന്റെ ദുസ്ഥിതി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് BC മുതലാണ്. ആരുടെ? അലക്സാണ്ടറിന്റെ ആക്രമണകാലം മുതല് 1921 മാപ്പിള ലഹള വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അനവധാനത കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഗൗരവമില്ലായ്മ കൊണ്ട് ഹിന്ദുവിന് നേരിടേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങള്, അത് ഓരോന്നായിട്ട് എടുത്തു പറയാൻ സമയമില്ല, ഞാൻ ചുരുക്കുകയാണ്. അപ്പോ നാഷൻ ഫസ്റ്റ്, മോദിജി പറയാറുള്ള നാഷൻ ഫസ്റ്റ്, രാഷ്ട്രമാണ് പരമപ്രധാനം. ആ രാഷ്ട്രത്തിന്റെ പുനരുത്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ നവോത്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പുനർജാഗൃതി, ആ പുനർജാഗൃതിയിലേക്കാണ് ഈ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ദേശിക്കുന്നത്. സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത, ഐകമത്യ സൂക്തം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഒപ്പം തന്നെ രാഷ്ട്രവൃത്തികളും സേവാവൃത്തികളുമായിട്ട് നമ്മൾ മാറണം. സമാജത്തിന് വേണ്ടി അല്പസമയം, ഒരുപാട് സമയം വേണ്ട, അല്പസമയം സമാജ സേവനത്തിന് വേണ്ടി മാറ്റിവെക്കുക. 2047 അത് വികസിത ഭാരതമാണ്. ആ 2047 വികസിത ഭാരതമാകാൻ പഞ്ചപരിവർത്തനം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മളെല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന വ്രതമാണ് ആ പഞ്ചപരിവർത്തനം. ആ പഞ്ചപരിവർത്തനം അത് പൈതൃകത്തിലുള്ള വിശ്വാസം, നമ്മുടെ മെക്കാളെ കൊണ്ടുവന്ന ആ അടിമത്ത മനോഭാവം, ആ അടിമത്ത മനോഭാവത്തിൽ നിന്നുള്ള നിരാസം, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, അതുപോലെ ജനതയുടെ ഐക്യഭാവം, എല്ലാവരും ഒന്നാണ്. ദൗർഭാഗ്യവശാൽ ചാതുർവർണ്ണ്യത്തെ ജാതിയായിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് നമ്മളെ പരസ്പരം തല്ലിച്ച് അധികാര കസേര ഉറപ്പിക്കുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഹിന്ദുക്കൾ നാം ഒന്നാണ്, ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന സധൈര്യം പറയുവാൻ സാധിക്കണം. അതുപോലെ തന്നെയാണ് പൗരധർമ്മവും, അതും നമ്മൾ നിർവഹിക്കേണ്ടതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ എല്ലാ ഭേദഭാവവും മറന്ന് ഏകമനസ്കരായി പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട്, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികളെയും നമസ്കരിച്ചുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട്, ഇതിന് കുറേ ദിവസങ്ങളിലെ അല്ലെങ്കിൽ മാസങ്ങളിലെ ഒക്കെ പ്രയത്നമാണ്. അതിന്
ചുക്കാൻ പിടിച്ച എല്ലാവരെയും, മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച എല്ലാ ധീര ദേശസ്നേഹികളെയും സനാതന ധർമ്മ വിശ്വാസികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം നൽകിയ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ സ്വാമിജി സൂചിപ്പിച്ചതായ നമ്മുടെ ജീവിതത്തിൽ ഭാവാത്മകമായ പരിവർത്തനം, പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകണം. അതിലൂടെ വളരെ വേഗത്തിൽ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കെ നമ്മുടെ മുന്നിൽ തന്നെ നമുക്ക് ആ ഭാരതാംബയുടെ നവോത്ഥാനം, ആ ഭാരതാംബയുടെ പരമവൈഭവം അത് നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് ഈ ഉദിയന്നൂർ അമ്മയുടെ കാരുണ്യമുണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മനസ്സുകളിൽ അല്പം ഭക്തിയും ഒപ്പം തന്നെ കുടുംബാന്തരീക്ഷങ്ങളിൽ തൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എങ്ങനെയാണ് ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് എന്നതിനൊരു വഴികാട്ടിയായി തുടക്കം കുറിച്ച ഇന്നലെ ഒരു ക്വിസ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ അതിനോടൊപ്പം ഒരു ഗീതാപാരായണ മത്സരം നടത്തിയിരുന്നു. 10-15ഓളം കുട്ടികളുണ്ടായിരുന്നു. ബഹുമാനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് അത് നടത്തിയത്. ആ കുട്ടികളോടെ എല്ലാവർക്കും സമ്മാനമുണ്ട്. അതിൽ 1, 2 സ്ഥാനം 3 ഉണ്ടെങ്കിൽ തന്നെയും അതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവരെ ആദരിക്കുന്നുണ്ട്. അവർ കൂടെ ഈ സ്റ്റേജിൻ്റെ മുന്നിൽ വരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ മരുതൻകുടിയിലെ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ദീർഘകാലം ഏകദേശം എൻ്റെ ഒരു അറിവിൽ ഒരു 50 വർഷത്തിലധികം പ്രാവീണ്യം തെളിയിച്ച നമ്മുടെ പ്രിയങ്കനായ മൊബൈൽ ആർട്സ് എന്ന് പറയുന്ന, ഒരു കാലഘട്ടത്തിൽ കൈയെഴുത്ത് മാത്രമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരനും എഴുത്തുകാരനും ആർട്ടിസ്റ്റും ഒക്കെയായ ശ്രീ മൊബൈൽ ചന്ദ്രൻ അവരുകളെ ഈ വേദിയിൽ വെച്ച് നിങ്ങളുടെയും എല്ലാ അനുവാദത്തോടു കൂടി നമ്മുടെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവർ ആദരിക്കുന്നു. അദ്ദേഹത്തെ ആദരവോടെ ശ്രീ മൊബൈൽ ചന്ദ്രൻ അവരെ ക്ഷണിക്കുകയാണ്. കുറേ കളരിപ്പയറ്റുണ്ട്. അത് കഴിഞ്ഞ് ഒരു നമ്മുടെ അശോകൻ്റെ നേതൃത്വത്തിലുള്ള 5-6 പാട്ടുകളുള്ള ഒരു ഭക്തിഗാനമുണ്ട്. അവരെയും അതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരെയും ആദരിക്കുന്നു. അതിനുശേഷം ഒരു നന്ദഗോവിന്ദം ഭജൻസിൻ്റെ അത്രത്തോളം എത്തിയില്ല തന്നെ അതോടൊപ്പം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന നെയ്യാറ്റിങ്കരയുള്ള ഒരു ഭജനയും വളരെ ഗംഭീരമായ ഭജനയും ഉണ്ട്. പിന്നെ പങ്കെടുക്കുന്ന അവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തർക്കും, എല്ലാ ദേശസ്നേഹികൾക്കും, എല്ലാ ഹിന്ദുവിശ്വാസികൾക്കും ചെറിയ രീതിയിലുള്ള ലഘുഭക്ഷണം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം പങ്കെടുത്തതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുക. ഇന്നലെ നടന്ന ക്വിസ് മത്സരത്തിലെ വിജയിച്ച കുട്ടികളും പങ്കെടുത്ത കുട്ടികളും ദയവായി സ്റ്റേജിൻ്റെ വലതുവശത്ത് എത്തണമെന്ന് താല്പര്യപ്പെടുന്നു. പേര് വിളിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു കൊണ്ടുവന്നും ഉപഹാരങ്ങൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും ഇവിടെ തന്നെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഇവിടെ തന്നെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തണമെന്ന് എല്ലാ SC വിഭാഗം 1ാം സമ്മാനം മേധ അവിനാഷ്, 5th സ്റ്റാൻഡേർഡ്. സമ്മാനദാനം നിർവഹിക്കുന്നതിനായി ശ്രീ ഉണ്ണികൃഷ്ണൻ സാറിനെ ക്ഷണിച്ചു. 2ാം സമ്മാനം UP വിഭാഗം 1ാം സമ്മാനം 2 കുട്ടികൾക്കാണ്. ഹരിശങ്കർ GT, ആദിനാഥ്, 2 പേരും 8th സ്റ്റാൻഡേർഡ്. 3ാം സമ്മാനം ഗൗതം കൃഷ്ണ,
സമ്മാനം വേദികാരാജിന്റെ അമ്മൂമ്മയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അനാമിക +2. രണ്ടാം സമ്മാനം സായി മാധവ് +1 സ്റ്റാൻഡേർഡ് +1. മൂന്നാം സമ്മാനം അമൃത ശേഖർ. ഗീതാ പാരായണം. ഒന്നാം സമ്മാനം വേദിക രാജ്, 8th സ്റ്റാൻഡേർഡ്. വേദികയുടെ അമ്മമ്മയാണ് സ്വീകരിക്കുന്നത്. വേദിക രാജന്റെ കാര്യം ഒന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിലെ ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസമുണ്ട്, നടക്കാനൊന്നും പറ്റുന്ന. ഈ വീൽ ചെയറിലാണ് ആ കുട്ടി സ്കൂളിൽ വരുന്നത് പോകുന്നതൊക്കെ വീൽ ചെയറിലാണ്. ആ കുട്ടിയുടെ ഇന്നലത്തെ പെർഫോമൻസ് വളരെ 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 ഗംഭീരമായിരുന്നു. രണ്ടാം സമ്മാനം ചാരു രോഹൻ, ദുർഗ. സിംഗ് ആദർശമായ ശ്രീ സുരേഷ് പാങ്കോടിനെ ആദരിക്കുന്നു. ശ്രീ സുരേഷ് KS അമച്വർ ഗാനമേള വേദികളിൽ സുപരിചിത മുഖമായ ശ്രീ സുരേഷ് KSനെ ഉപകാരം സ്വീകരിക്കുന്നതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ സതീഷ് കുമാർ ഇലക്ട്രിസിറ്റി ബോർഡിൽ ദീർഘകാല സേവനമനുസരിച്ച ശേഷം അതോടൊപ്പം തന്നെ ഗാനമേള പ്രൊഫഷനെ കൊണ്ടുനടന്ന് ഈ മരുന്നുകളിലെ സുപരിചിതനായ ശ്രീ സതീഷ് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി രഞ്ജുഷ മരുന്നുകുഴി നിവാസിനിയാണ്, ഗാനമേള വേദികളിൽ സുപരിചിതയാണ്. രഞ്ജുഷയെ ക്ഷണിക്കുന്നു. ശ്രീമതി മാധുരി വിജയൻ ഗാനമേള വേദികളിൽ സുപരിചിതമായ മറ്റൊരു മുഖം ശ്രീമതി മാധുരി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ പരിപാടിക്ക് പങ്കെടുക്കുന്ന മറ്റൊരു വ്യക്തിത്വം ശ്രീ ഡോക്ടർ യു കൃഷ്ണപ്രിയയാണ്. കാഞ്ഞിരപ്പാറ സ്വദേശിനിയാണ്. 10 വയസ്സ് മുതൽ TV റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ സൂര്യ TVയുടെ വോയിസ് ഓഫ് കേരളയിലെ സെമി ഫൈനലിസ്റ്റും അമൃത TVയുടെ രാഗരത്നം ജൂനിയർ 2ലെ പ്രോഗ്രാം വിന്നറുമായ കൃഷ്ണപ്രിയ പ്രോഗ്രാമത്തിന് ഉണ്ടായിരുന്നതാണ്. അത്യാവശ്യ കാര്യം കൊണ്ട് പോവുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ ആർട്ടിസ്റ്റിനെയും ഇതോടൊപ്പം സ്വാഗതം ചെയ്യുന്നു. ഉടൻ തന്നെ കളരിപ്പയറ്റ് മറ്റു വിശിഷ്ടാതിഥികൾ എല്ലാവരും ആശംസകൾ അറിയിച്ചതായി കണക്കാക്കുകയാണ്. സമയപരിധി കാരണം നമ്മുടെ ഇതിൻ്റെ നന്ദി പറയുന്നതിനായിട്ട് മുൻ കൗൺസിലർ ശ്രീമതി O പത്മലേഖ അവരുടെ ആദരവ് ക്ഷണിച്ചു. നേരത്തെ അനൗൺസ് ചെയ്ത കൃഷ്ണപ്രിയ ഗാനമേള ആർട്ടിസ്റ്റ് എത്തിയിട്ടുണ്ട്. ഉപകാരം സ്വീകരിക്കുന്നതായി ദയവായി സ്റ്റേജിൽ കിടക്കുക.
പാങ്ങോട് വാർഡിലെ ഹിന്ദു ഏകതാ സമ്മേളന പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ എസ് മാസൂൻ നായർ അവർ, അതുപോലെ തന്നെ ഉദ്ഘാടകയായ ശ്രീമതി പത്മശ്രീ കലാമണ്ഡലം വിമല ടീച്ചർ, ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ച ബ്രഹ്മശ്രീ വിശുദ്ധ ചൈതന്യ അവർ, സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ച ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂരി അവർ, വേദിയിൽ ഇരിക്കുന്ന മുഖ്യ വിശിഷ്ട അംഗങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, അതുപോലെ തന്നെ തിരുവാതിര അവതരിപ്പിച്ച ടീം അംഗങ്ങൾ, കളരിപ്പയറ്റിനായിട്ട് എത്തിയിരിക്കുന്ന കലാകാരന്മാർ, ഭജനയ്ക്ക് എത്തിയിരിക്കുന്ന കലാകാരികൾ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്തേ. ഹിന്ദു ഏകതാ സമ്മേളന പരിപാടി ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ എല്ലാവരും ഈ അതാത് സ്ഥലങ്ങളിൽ തന്നെ ഉപവിഷ്ടരാകണമെന്ന് അവിടെ വിജയപൂർവ്വം അഭ്യർത്ഥിക്കുക.